പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഉണ്ണികൃഷ്ണന്റെ തപാലുകൾ ഈ അഡ്രസ്സിലാണ് റീഡയറക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. ശ്രുതി ക്വാർട്ടേഴ്സ്, എസ്റ്റേറ്റ് റോഡ്, തിരുവമ്പാടി. ദേവൻ? അതാടാ ദേവൻ. നിന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അയച്ച കാശുകൊണ്ട് നീ ഇവിടെ എസ്റ്റേറ്റ് മുതലാളിയായി കഴിയാണ് അല്ലടാ റാസ്കൽ. എന്റെ കുടുംബം കുട്ടിച്ചോറാക്കിയ നീ ഇനി ജീവിക്കണ്ട. എന്നെ വിധവയാക്കരുത്. രാത്രിക്കുട്ടി, നീ എന്താ മോളെ ഇത്? നീയും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം അന്വേഷിക്കാൻ ഏട്ടൻ ഇപ്പോഴാണോ വരുന്നത്? എവിടെയായിരുന്നു ഇത്ര നാളും? രാത്രിക്കുട്ടി, ഇങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ മോഹിച്ചതല്ല. എന്താ നടന്നതെന്ന് ഏട്ടനറിയോ? സ്വന്തം ഭാര്യയെ കൂടാതെ സപത്നി എന്ന പേരിൽ എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാനുള്ള അവകാശം നമ്പൂതിരിമാർക്ക് പണ്ടേ ഉണ്ട്. പക്ഷെ എന്റെ അനുജത്തിയെ നിങ്ങളുടെ സപത്നിയായി, എന്റെ ദാസിയായി കാണാൻ എനിക്ക് കഴിയില്ല. അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളൂ. അവളുടെ ജീവിതമെങ്കിലും നശിക്കാതിരിക്കട്ടെ. ഞാനതനുസരിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് വരെ ഓപ്പോള് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഈ വരവ്? ഏട്ടനില്ലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇല്ല, ഇനി എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും നിമ്മി. യെസ്. എന്താടോ, നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു. നേരത്തെ കിടപ്പായോ? ഏയ്. ആ, തന്റെ വലിയ ഇല്ലത്തെ കുറിച്ചിട്ടുള്ള കേസ് രാജിയായിക്കൊണ്ട് 2 വക്കീലന്മാരും കോടതിയിൽ എഴുതി കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയാണിത്. ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി താമസിക്കാം. താങ്ക്സ്. പിന്നെ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ കാര്യം, അത് വലിയൊരു സംഭവമായി മാറ്റുകയാണ്. നാട് നീളെ അതേ ചൊല്ലി പ്രക്ഷോഭങ്ങൾ നടക്കും. പ്രകടനങ്ങളും ഘോഷയാത്രകളും ഉണ്ടാവും. അസംബ്ലിയിൽ ചോദ്യവും. പാർട്ടി ലെവലിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് DIGയെ ഒന്ന് കാണണം. ഒരിക്കൽ ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാണ്. ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത്. അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന് വിടാൻ നിയമപരമായി തടസ്സമുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. ഞാൻ CMനെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാം. എന്താ? അയ്യോ, അതെന്തിനാ? സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക്. എങ്കിൽ ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ ഒക്കൂ. സാർ, അതിന് തക്കതായ തെളിവ് വേണം. മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ. അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം. അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ഷുവർലി, ബൈ ഓൾ മീൻസ് വി വിൽ ഹെൽപ്പ് യു. താങ്ക് യു.